السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃക മീഡിയ ശ്രോതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ 9ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്തിയ ഉലമ കോൺഫറൻസിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിറന്നു. അതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയാണ്, അഥവാ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരും പാറോൽ ഹുസൈൻ സാഹിബും നേതൃത്വം നൽകിയിരുന്ന അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ബരക്കൽ മുല്ലക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോടുമായിരുന്നു. അപ്പോൾ നാം വിചാരിച്ചു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യത്തെ പ്രസിഡന്റ് ബരക്കൽ മുല്ലക്കോയ തങ്ങൾ, ദീർഘകാലം ജനറൽ സെക്രട്ടറിയായ ആദ്യത്തെ സെക്രട്ടറി കോഴിക്കോട് PV മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, അവരെ പരിചയപ്പെടുത്താമെന്ന്. കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിന് കാരണമായ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ കാവനൂര്, സെക്രട്ടറി കോഴിക്കോട് പാറോൽ ഹുസൈൻ സാഹിബ് എന്ന നേതാക്കന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പറ്റി 2-3 വാക്കുകൾ മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ചരിത്രം വളരെ വിപുലമാണ്. അത് നമുക്കൊരു ദിവസമോ 2 ദിവസമോ ഒന്നും പറഞ്ഞു തീർക്കാവുന്ന രൂപത്തിൽ ചെറുതല്ല മഹാനവറുകളുടെ ചരിത്രം. പരിശുദ്ധ ദീനീ പ്രബോധനത്തിന് വേണ്ടി യമനിലെ ഹദർമൗത്തിൽ നിന്നും കേരളക്കരയിലേക്ക് വന്ന സയ്യിദ് ഹാമിദ് അലവി തങ്ങളുടെ സന്താന പരമ്പരയിലാണ് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത്. കോഴിക്കോട് പുതിയങ്ങാടിയിൽ അന്നത്തെ നാടുവാഴി നൽകിയ വിശാലമായ സ്ഥലത്ത് നിർമ്മിച്ച വീട്ടിലായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ താമസം. അദ്ദേഹത്തിൻ്റെ പരമ്പര ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന സയ്യിദ് ഹദർമൗത്തിൽ നിന്ന് വന്ന സയ്യിദ് ഹാമിദ് അലവി തങ്ങളുടെ പരമ്പരയിലാണ് മഹാനവറുകൾ ജനിച്ചത് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. മഹാനവറുകളുടെ പരമ്പരയും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലവി തങ്ങളാണ്. സയ്യിദ് മുഹമ്മദ് അലവി തങ്ങളുടെ പിതാവ് സയ്യിദ് ഹസൻ അലവി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അഹമ്മദ് അലവി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അലി അലവി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അലി ഹാമിദ് അലവി തങ്ങൾ. ഇങ്ങനെ ഈ പരമ്പരകളൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ, വരക്കൽ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൻ്റെ ആ സ്ഥലത്തിന് നേരത്തെ വരക്കൽ എന്നായിരുന്നു പേര്. പ്രസിദ്ധനായ തങ്ങളായതുകൊണ്ട് തന്നെ ആ തങ്ങളെ കാണാൻ വേണ്ടി പല ആളുകളും വരും.
അങ്ങനെ ഈ വരക്കൽ എന്ന പേര് പ്രസിദ്ധമായി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം എന്ന പേര് പ്രസിദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ നാടുകൊള്ള ചേർത്തിയിട്ടാണ്. അതുപോലെ തന്നെയാണ് മുല്ലക്കോയ തങ്ങൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനാകാൻ കാരണം മഹാനവറുകളുടെ ആ സ്ഥലത്തിൻ്റെ പേര് വരക്കൽ എന്നായിരുന്നു. എന്നാൽ നേരത്തെ അവിടെ തീവണ്ടി സ്റ്റോപ്പുണ്ട്, വെസ്റ്റ് ഹില്ല്. ആ വെസ്റ്റ് ഹില്ലിൽ തന്നെയാണ് വരക്കലെന്നും പറഞ്ഞിരുന്നത്. പക്ഷേ അത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്ന ആളുകളാണ് ആ രൂപത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് പ്രസിദ്ധനായതെങ്കിൽ നേരത്തെ തന്നെ ആ നാടിൻ്റെ പേര് വെസ്റ്റ് ഹിൽ എന്നാണ്. എന്നാൽ ആ പേര് പോലും രണ്ട് നാമങ്ങളും ഇല്ലാതെയാകുന്ന രൂപത്തിൽ പിന്നീട് പുതിയങ്ങാടി എന്ന പേരിലാണ് ഈ വരക്കൽ അഥവാ വെസ്റ്റ് ഹില്ല് മാറിയത്. അതിന് കാരണം നാടിൻ്റെ നാനാദിക്കിൽ നിന്നും മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി, അത് ഒന്നുകിൽ ഫത്വ ചോദിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഏതായാലും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും, ഒരു മസ്അല ചോദിക്കാനും, ഒരറിവ് നേടിയെടുക്കാനും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന ഒരു പ്രദേശം ആയപ്പോൾ അവിടെ ചെറിയ ഒരു അങ്ങാടിയായി രൂപപ്പെട്ടു. വരുന്ന ആളുകൾക്ക് അവിടെ ഭക്ഷണം കഴിക്കാനും അതുപോലെ വിശ്രമിക്കാനും ഒക്കെ സ്ഥലം ആവശ്യമായപ്പോൾ അത് ആളുകൾ ഒരുക്കി. അങ്ങനെ അവിടെ ഒരു ചെറിയ അങ്ങാടി അത് വലുതായി വലിയ അങ്ങാടി തന്നെയായി മാറി. അതുകൊണ്ട് തന്നെ വരക്കൽ വെസ്റ്റ് ഹില്ല് ഇപ്പോൾ അറിയപ്പെടുന്നത് പുതിയങ്ങാടി എന്ന പേരിലാണ്. അത് മഹാനവറുകളുടെ പേരാണ്, പ്രസിദ്ധിയാണ് അതിന് കാരണം. ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. സയ്യിദ് എന്ന നിലയിൽ തന്നെ മഹാനവറുകൾക്ക് വലിയ പദവിയുണ്ട്, വലിയ അംഗീകാരമുണ്ട്. എന്നാൽ 4 മദ്ഹബിലും അവഗാഹം നേടിയ പണ്ഡിതൻ എന്ന നിലയിൽ ആ നിലയ്ക്ക് ആലിമീങ്ങളുടെ ഇടയിലും അദ്ദേഹം പ്രസിദ്ധനായി. 1926 ജൂൺ മാസം 26-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോൾ ആലിമീങ്ങളും സയ്യിദന്മാരും ഒറ്റക്കെട്ടായി ഐക്യകണ്ഠേനെ മഹാനവറുകളെ പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്തു. മുഹമ്മദ് ബാലവി തങ്ങളുടെ 2ാം ഭാര്യയിലും ബഹുമാനപ്പെട്ട മഹാനായ മുല്ലക്കോയ തങ്ങളുടെ ജനന സമയത്തും വലിയ അത്ഭുതങ്ങളുണ്ടായി എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞകാല നേതാക്കന്മാർ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മഹാനവറുകൾ ജനിച്ച സമയത്ത് അതൊരു നട്ടുച്ചയാണ് എന്നാണ്. നട്ടുച്ച സമയത്ത്, ഉച്ച സമയത്തായിരുന്നു തങ്ങളുടെ ജനനം. ആ സമയത്ത് മേൽപോട്ട് നോക്കുമ്പോൾ നട്ടുച്ച സമയത്ത് ഒരു ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച, അഥവാ അവിടെ ഉച്ച സമയത്തായിരുന്നു ജനനമെന്ന് പറഞ്ഞല്ലോ. നിരവധി ആളുകൾ മഹാനവറുകളെ തൊട്ടടുത്തുള്ള പള്ളിയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ളുഹർ നിസ്കാര സമയം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ പള്ളിയിൽ വന്ന് കൂടുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് മഹാനവറുകളുടെ ജനനമുണ്ടായത്. നിരവധി ആളുകൾ പള്ളിയിലും വീട്ടിലുമായി നിറഞ്ഞു തിങ്ങിയ ആ സമയത്ത് മഹാനവറുകളുടെ ജനന സമയത്ത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം ഉദിച്ചു എത്രേ. നട്ടുച്ച സമയത്ത് നക്ഷത്രം ഉദിച്ചാൽ തന്നെ കാണാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതിന് ദൃക്സാക്ഷിയായ കുന്നത്ത് ക്വാലിറ്റി ഹാജി അതുപോലുള്ള ആളുകളൊക്കെ പറയുന്നു, ഒരു നട്ടുച്ച സമയത്താണ് തങ്ങളവറുകളുടെ ജനനം. ആ സമയത്ത് ആകാശത്ത് ഒരു നല്ല തിളക്കമുള്ള ഒരു നക്ഷത്രം നിറഞ്ഞു നിന്നിരുന്നു, ഉദിച്ചു നിന്നിരുന്നു എന്ന് പറയുന്നു. അത് മഹാനവറുകളുടെ ജനന സമയം അവരുടെ ഒരു മുന്നറിയിപ്പായിരുന്നു എന്നും
പണ്ഡിതന്മാർ പല പണ്ഡിതന്മാരും പറയുന്നതായി കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ കുന്നത്ത് കോയട്ടി ഹാജിയുടെ പേര് തന്നെ ആ ചരിത്രം പറയുമ്പോൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം ദൃക്സാക്ഷി വിവരണത്തോടു കൂടെയാണ് ആ സംഭവം പിന്നീട് അറിയപ്പെട്ടത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാപണ്ഡിതനായിരുന്നു, വലിയ സയ്യിദായിരുന്നു, വലിയ ആത്മീയമായി ചികിത്സ നടത്തുന്ന പ്രഗത്ഭനായിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് നാനാ ഭാഷകളിലും വലിയ കഴിവുണ്ടായതുകൊണ്ട് അദ്ദേഹം അതിനേക്കാളൊക്കെ മറ്റു നിരക്കും അദ്ദേഹം രാജ്യത്ത് പ്രസിദ്ധനായി. അറക്കൽ രാജവംശം മഹാനവറുകളെ ഉപദേഷ്ടാവായിട്ടും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി കത്തിടപാടുകൾ നടത്താനുമൊക്കെ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ചുമതല നൽകിയിരുന്നത്രേ. അതൊരു മഹാ അത്ഭുതമല്ലേ? ഒരു പള്ളി, കുറ്റിച്ചിറ പള്ളിയിൽ ദർസ് നടത്തുന്ന, മൂതാക്കര പള്ളിയിൽ ദർസ് നടത്തുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്, അറക്കൽ രാജവംശം, അവർ മഹാനവറുകളെ പലപ്പോഴും കാണാൻ വരാറുണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ അറിവും പക്വതയും ഭാഷാ കഴിവും മനസ്സിലാക്കിയ അറക്കൽ രാജാവ് അദ്ദേഹത്തെ തൻ്റെ മുഖ്യ ഉപദേഷ്ടാവാക്കി മാറ്റി. അതിനോടൊപ്പം മറ്റു രാജ്യങ്ങളുമായി കത്തിടപാടുകൾ നടത്താനും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ഒരു പ്രധാന മുഖ്യ വക്താവായി തങ്ങളെ നിയമിച്ചു. അന്ന് തങ്ങൾക്ക് കോഴിക്കോട് നിന്ന് അറക്കൽ രാജാവിനെ കാണാൻ അനിവാര്യമാകുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി അവർ അന്നത്തെ വാഹനം ഏർപ്പെടുത്തിയെന്നും ചരിത്രത്തിൽ കാണാം. അതുമാത്രമല്ല, കോഴിക്കോടിൽ നിന്ന് കണ്ണൂരിൽ ഈ രാജവംശത്തിൻ്റെ ആസ്ഥാനത്തെത്തുന്നതിനിടയ്ക്ക് റോട്ടിൽ വിശ്രമിക്കാനും അതുപോലെ ദാഹം തീർക്കാൻ ഇളനീര് കുടിക്കാനുമുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ റോഡ് സൈഡിലെ തെങ്ങുകൾ മാർക്കിട്ട് അനുവദിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ എല്ലാ നിലയിലും ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിയുടെ ഉപദേഷ്ടാവുക, അതേസമയത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവുക, മുസ്ലിം ഉമ്മത്തിൻ്റെ ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഉന്നത നേതൃത്വം നൽകുക, അങ്ങനെ പ്രസിദ്ധിയാർജിച്ച ഒരു മഹാനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. മഹാനവറുകളെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രത്യേകമായ ആദരവ്, അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കുന്നത്ത് കോയട്ടിയാജി പറഞ്ഞ ഒരു കാര്യം, അതായത് നട്ടുച്ച സമയത്താണ് മഹാനവറുകൾ ജനിക്കുന്നത്. 1840 നട്ടുച്ച സമയത്ത് ജനിക്കുന്നു. ആ സമയത്ത് ആകാശത്ത് എല്ലാവർക്കും ദൃശ്യമാകുന്ന, കാണാൻ പറ്റുന്ന രൂപത്തിൽ തിളക്കமான നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു. അതോടുകൂടെ തന്നെ തങ്ങളുടെ ജനനം മുതൽ തന്നെ പ്രസിദ്ധനായി. ആ പ്രസിദ്ധി പിന്നെ മഹാനവറുകളുടെ അറിവ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിനെ വലിയ പ്രസിദ്ധനായിരുന്നു. പിതാവിനെ കാണാനും മമ്പുറം തങ്ങൾ പലപ്പോഴും വരക്കൽ വീട്ടിൽ വരാറുണ്ടായിരുന്നു ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഖുതുബുസ്സമാൻ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരക്കൽ ഭവനത്തിൽ വന്നുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെ പിതാവിനെ കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ വലിപ്പം എത്രയാണ്, മഹത്വം എത്രയാണ്, ഉന്നതി എത്രയാണ്. അദ്ദേഹത്തിൻ്റെ മകനല്ലേ മുല്ലക്കോയ തങ്ങൾ. സ്വാഭാവികമായും ജനിക്കുന്ന സമയത്ത് ഇങ്ങനൊരു അത്ഭുതം കൂടെ ദൃശ്യമായതിനാൽ അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ പ്രസിദ്ധനായി. മഹാനവറുകളുടെ കുടുംബം നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല എന്നാണ്. വരക്കൽ ബാലവി തങ്ങൾ എന്ന മഹാൻ തൻ്റെ 18ാം വയസ്സിലാണ് തൻ്റെ പിതൃവ്യനായ സയ്യിദ് അഹമ്മദ് ബാ അലവി തങ്ങളുടെ മകൾ ഷെരീഫ സൈനബ കോയമ്മ ബീവിയെ വിവാഹം ചെയ്തു. ഷെരീഫ സൈനബ കോയമ്മ ബീവി എന്ന പേരിലാണ് ആ മഹദി അറിയപ്പെടുന്നത്. അവരെയാണ് തൻ്റെ 18ാമത്തെ വയസ്സിൽ കല്യാണം ചെയ്തത്. എന്നാൽ അവരിൽ കുട്ടികളുണ്ടായിരുന്നില്ല. അവർ മരണപ്പെട്ട ശേഷം പിന്നീട് അസ്സഖാഫ് കബീലയിൽപ്പെട്ട സയ്യിദ് ഹൈദറോസ് കോയ തങ്ങൾ സഹോദരി ചെറിയ ബീവിയാണ് പിന്നീട് വിവാഹം കഴിച്ചത്. എന്നാൽ അതും മഹാനവറുകളെ കാലത്ത് തന്നെ, അവരും മഹാനവറുകളെ കാലത്ത് തന്നെ വഫാത്തായി. അതിനും കുട്ടികളുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെയാണ്. 2026 ജൂൺ 26 മഹാനവറുകൾ വഫാത്താകുന്നത്
1932 ഡിസംബർ 16 ഹിജറ 1351 ഷഅബാൻ 17 അന്ന്. ഹിജറ 1351 ഷഅബാൻ 17 ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ 1932 ഡിസംബർ 16 മഹാനവറുകൾ വഫാത്താകുന്നത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു 6 വർഷത്തോളമാണ് മഹാനവറുകളുടെ നേതൃത്വം കിട്ടിയത്. 1926 സമസ്ത രൂപീകരിക്കുമ്പോൾ അതിന് അധ്യക്ഷ പദവി ഏറ്റെടുക്കുകയും പിന്നീട് 6 വർഷത്തിന് ശേഷം മഹാനവറുകൾ അഥവാ 1932 ഡിസംബറിലാണല്ലോ വഫാത്താകുന്നത്. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടും ഒരു ഏകദേശം 6 വർഷത്തോളം കാലമാണ് മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. പക്ഷേ അത് മതി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ പിന്നെ ശക്തി ആർജിച്ചു. കാരണം കേരളത്തിലെ ജനങ്ങൾ മൊത്തം ജില്ലകൾക്കപ്പുറം എല്ലാവരും അങ്ങേയറ്റം ഇൽമു കൊണ്ടും സയ്യിദാണെന്ന് നിലക്കും ഏറെ ബഹുമാനിച്ചിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്ന് പന്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ 100 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം നടത്തിയ മിക്ക മഹാസമ്മേളനങ്ങൾക്കും നഗരിയുടെ പേര് കൊടുത്തത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരിലാണ്. അത്രമാത്രം ഈ ജമിയത്തുൽ ഉലമയുമായി തങ്ങൾ ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആലിമീങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി വളരെ പാടുപെട്ട് ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ആ കൺവെൻഷൻ ജനനിബിഡമായി ആ ജനനിബിഡമായ സദസ്സ് ഐക്യകണ്ഠേന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഐക്യകണ്ഠേന മഹാനവറുകളെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായി അഭിപ്രായപ്പെടുകയും അത് തങ്ങൾ ബഹുമാനപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ല ഭക്തി നിർഭരമായ ഉപദേശവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് സ്ഥാനം ഏറ്റെടുക്കുകയും കുറഞ്ഞ കൊല്ലമേ അദ്ദേഹം നേതൃത്വം നൽകിയുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിനോളം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്ന് തന്നെ പ്രസിദ്ധിയാർജിച്ചു. അൽഹംദുലില്ലാഹ് മഹാനവറുകളുടെ കശ്ഫ് കറാമത്ത് കൊണ്ട് എന്ന് നമുക്ക് പറയാം. ആ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ ഇഖ്ലാസ് കൊണ്ട് എന്ന് നമുക്ക് കാരണം പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 1932 ഡിസംബറിൽ വഫാത്തായ തങ്ങളവറുകളെ വരക്കൽ അഥവാ പുതിയങ്ങാടി മക്കാമിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ നമുക്കറിയാം ദിവസവും 100 കണക്കിന് ആളുകൾ ഇന്നും അവിടെ ഖബർ സിയാറത്തിന് പോകുന്നു. ആ മക്കാമിൽ വേറെയും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും അതേ മക്കാമിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആലിമീങ്ങളെ കൊടക്കീഴിലായി ജനങ്ങളെ സംഘടിപ്പിച്ച് ആത്മീയ ഭൗതിക ഒരു സമന്വയത്തോടുകൂടെ, അതായത് ദുന്യാവിലും ഇസ്സത്ത് വേണം, ആഖിറത്തിൽ ഒട്ടും ഇസ്സത്ത് കുറഞ്ഞുകൂടാ എന്ന നിലക്ക് ദുന്യാവിലെ ഉള്ള മനുഷ്യന്മാർക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഉറപ്പു നൽകിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിറന്നു വീണപ്പോൾ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അതനുസരിച്ച് ജീവിക്കുന്നവർക്കും സ്വർഗം കിട്ടുമെന്ന ഉറപ്പാണ് തങ്ങൾ നൽകിയത്. കാരണം അള്ളാഹുവിൻ്റെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പറഞ്ഞയച്ച് പ്രചരിപ്പിച്ച ദീനാണ്. ആ ദീനാണ് വിള്ളലുണ്ടാക്കിയത് മൊത്തം പ്രസ്ഥാനക്കാർ. ആ വിള്ളലുണ്ടാക്കിയവരെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇസ്ലാമിനെ ഒരു ഏൽക്കാനായി അനുവദിക്കാതെ നിലനിർത്തുകയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചെയ്തത്. ആ പ്രവർത്തന ഫലമായി ആ മഹാ നേതൃത്വം തുടക്കം കുറിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പൂർത്തിയാക്കുന്ന സമയമാണ്. ആ സമയത്താണ് നമ്മളതിൻ്റെ 100ാം വാർഷിക സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പൈതൃക മീഡിയയും ഈ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള മശായിഖന്മാർ അവരുടെ ദർജകളെ ഏറ്റി കൊടുക്കട്ടെ. അവർ വരെ ഇസ്ലാമിനെ എത്തിച്ച മുൻകഴിഞ്ഞ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്യങ്ങളുമുണ്ട്. അവരുടെ ദർജകളും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായ ശേഷം ഈ നീണ്ട ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് അനവധി സയ്യിദന്മാരും അനവധി പണ്ഡിതന്മാരും സാധാരണ പ്രവർത്തകന്മാരും
മൗത്തായി പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു താല മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരെ പാരത്രിക പദവി അള്ളാഹു താല ഉയർത്തട്ടെ. അവരെ സുംറയിലായി നാം ഏവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് PV മുഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ ആദ്യകാല സെക്രട്ടറിയെ പരിചയപ്പെടുത്തുന്ന ഏതാനും വാക്കുകൾ പറഞ്ഞ് നമുക്ക് പ്രസംഗം തുടരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.